ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡെറിക് ജെൻലീസ് ഹോളിസ്റ്റിക് ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന സീരീസിന്റെ ഒന്നാമത്തെ സീസണിലെ 5ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോഴൊന്നും ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ആ ഓപ്ഷനെ പറ്റിയൊക്കെ അറിയാമെന്ന് കരുതുന്നു. അതുകൂടി ചെയ്തു വെക്കുക. മാത്രമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും എന്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദോളോ കോണ്ടിനെന്റിന്റെ സീസൺ 2 ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സീസൺ ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇടുന്ന തരത്തിലായിരിക്കും അത് ചെയ്യുന്നത്. പ്രധാനമായിട്ടും മറ്റേതെങ്കിലും സീരീസ് ആയിരിക്കും ശനി ഞായർ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുക. ഈ ഒരു സീരീസ് ബുധനാഴ്ച ദിവസങ്ങളിലായിരിക്കും പ്രധാനമായിട്ടും അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാറ്റിൽ ത്രൂ ദ ഹെവൻസ്, അൺടൈമഡ് എന്നീ സീരീസുകൾ ആരെങ്കിലും കൂടുതലായിട്ടുള്ള ആളുകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ആ ഒരു സീരീസും ബുധനാഴ്ച ദിവസങ്ങളിൽ മറ്റ് സീരീസിന്റെ ഒപ്പമായിരിക്കും അത് ചെയ്യുന്നത്. ഒരാഴ്ചത്തെ ഗ്യാപ്പ് അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി അപ്ലോഡ് ചെയ്തിട്ട് കണ്ടാൽ മതി. വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ പറയാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ഗോൾഡൻ റിമ്മർ റോക്സ്റ്ററിന്റെ കാമുകിയെ കൊല്ലുന്നതും റോക്സ്റ്ററിന്റേതായിട്ടുള്ള എല്ലാ ഓർമ്മകളും അവന്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളയുന്നതുമാണ്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലാണ് ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലും നമ്മൾ കാണുന്നത്. റോക്സ്റ്റാറിന്റേതായിട്ടുള്ള എല്ലാ ഓർമ്മകളും അയാൾ വേസ്റ്റ് കൊട്ടയിൽ ഉപേക്ഷിക്കുന്നു. പ്രധാനമായിട്ടും റോക്സ്റ്റാറിന്റെ ആ കോട്ട്. നായയുടെ ആത്മാവ് ഉള്ളിലുള്ള ലിദിയ സ്പ്രിംഗ് അവിടെ ഒരു നായയുടെ പോലെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ ഗോൾഡൻ റിമ്മറിന് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. കാരണം അവൻ ആ നായയെ നല്ല ഇഷ്ടമായിരുന്നു. അതിപ്പോൾ നഷ്ടമായിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യത്തിൽ ലിദിയ സ്പ്രിങ്ങിനെ ഇതേ സമയം തോക്കുപയോഗിച്ച് കൊല്ലുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പട്ടിയുടെ ശബ്ദം കേട്ടതുകൊണ്ടാണോ അല്ലെങ്കിൽ ലിദിയ സ്പ്രിങ്ങിനെ കൊണ്ട് എന്തൊക്കെയോ ആവശ്യമുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, അതിപ്പോൾ ചെയ്യുന്നില്ല. അയാൾ ഇങ്ങനെ പറയുകയാണ്, നിന്നെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞ ഉടനെ തന്നെ നിന്നെ കൊല്ലുമെന്ന്. അതിനുശേഷം അയാൾ അവിടുന്ന് പോകുന്നു. അപ്പോഴാണ് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. അയാൾ റോക്സ്റ്റാറിന്റെ കോട്ട് ഉപേക്ഷിച്ചിട്ടില്ല. ഗിറ്റാറും മറ്റുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും കാര്യങ്ങളൊക്കെയാണ് ഉപേക്ഷിച്ചത്. പിന്നെ കാണിക്കുന്നത് ബാർട്ട് സിറ്റിയിൽ എത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. ആംബുലൻസിൽ കയറിയാണ് കെന്നിന്റെ കൂടെ അവർ അവിടെ എത്തിയത്. പക്ഷേ പെട്രോൾ തീർന്നതുകൊണ്ടാണ് അവിടെ നിർത്തിയത്. കെന്നും ബാർട്ടും ഇതേ സമയം പുറത്തിറങ്ങി കഴിയുമ്പോൾ കെൻ പറയുകയാണ്, ഇതേപോലെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ നീ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടാകും. അത് കേട്ട് ബാർട്ട് പറയുകയാണ്, ശരിയാണ്, ഞാൻ ആരെയെങ്കിലും കൊല്ലണമെങ്കിൽ അവരുടെ അടുത്തേക്ക് പ്രപഞ്ചം എന്നെ നയിക്കാറുണ്ട്. പക്ഷെ ഇവിടെ എല്ലാ കാര്യങ്ങളും വിപരീതമായിട്ടാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ കുറച്ചു നേരം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. എന്നാൽ അവരുടെ കയ്യിലുള്ള ആംബുലൻസ് അങ്ങനെ വെറുതെ പാർക്ക് ചെയ്തിടാൻ പാടില്ല എന്ന് കെൻ പറയുന്നു. എന്തോ ഉടായിപ്പ് ഒപ്പിച്ചിട്ട് തന്നെയാണ് അവർ ആ ആംബുലൻസും സ്വന്തമാക്കിയത്. ടോഡും ഡെറിക്കും ആകട്ടെ പാട്രിക് സ്പ്രിങ്ങിന്റെ മാപ്പിനനുസരിച്ച് നിധി തേടി പോവുകയാണ്. ആ മാപ്പ് അനുസരിച്ച് 7 സ്ഥലങ്ങളിലാണ് അത് കുഴിച്ചിട്ടിരിക്കുന്നത്. അമാൻഡയെ കുറിച്ച് ഓർത്താണ് ടോഡ് ആകുലപ്പെടുന്നത്. ഉടനെ തന്നെ തിരിച്ചു പോകണമെന്ന് അവൻ പറയുമ്പോൾ ഡെറിക്ക് പറയുകയാണ്, നീ പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം അണ്ടർ കൺട്രോളിലാണ്. ഫാറയാകട്ടെ ഇതേ സമയം ഡിറ്റക്റ്റീവ്സിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഡെറിക്കിനെയും ടോഡിനെയും കാണിക്കുന്നു. അവർ ഒരു റെസ്റ്റോറന്റിൽ കയറിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടോഡ് പറയുകയാണ്, വളരെ വിചിത്രകരമായിട്ടുള്ള കാര്യങ്ങളാണ് നിന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. എപ്പോഴും ഇത് ഇങ്ങനെ തന്നെയാണോ? ഉദാഹരണമായിട്ട് പറയുന്നത്, ടോഡും ഡെറിക് ജെൻലിയും കണ്ടുമുട്ടി അവർ പാട്രിക് സ്പ്രിങ്ങിന്റെ ആ ഒരു സ്ഥലത്ത് എത്തിച്ചേരുമെന്ന് പാട്രിക് എങ്ങനെയാണ് മുൻകൂട്ടി കണ്ടതെന്ന് അവൻ ചോദിക്കുന്നു. അത് മാത്രമല്ല, ഡെറിക്കിന് എന്തൊക്കെയോ സൂപ്പർ പവറുകൾ ഉണ്ട് എന്ന രീതിയിലാണ് ടോഡ് സംസാരിക്കുന്നത്. എന്നാൽ അത് കേട്ട ഉടനെ തന്നെ ദേഷ്യപ്പെടുകയാണ് ഡെറിക്ക്. അല്പം നിരാശയും അവനുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലാക്ക് വിങ് അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സൈക്ക് പവറിന്റെ പേരിലാണല്ലോ. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. എന്നാൽ ടോഡ് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന പേന ഉപയോഗിച്ച് പേപ്പറിൽ ഒരു പടം വരച്ചിട്ട് പറയുകയാണ്, ഇതെന്താണെന്ന് നീ പറയണം. അത് കേട്ട് ഒരുപാട് ഒഴിവുകഴിവുകൾ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് ഡെറിക്ക്. എന്നാൽ ടോഡ് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ, എനിക്ക് വേണ്ടി ഈ ഒരു ചെറിയ കാര്യം ചെയ്തുകൂടെ? എന്നാൽ ദേഷ്യത്തോടെ ഡെറിക്ക് തന്നെ അതിനറിയാതെ ഉത്തരം പറഞ്ഞു പോകുന്നുണ്ട്. നീ വരച്ചിരിക്കുന്ന സ്റ്റുപ്പിഡ് ആയിട്ടുള്ള കൗബോയിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവൻ അവിടുന്ന് പോയി കഴിയുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് ടോഡ്. കാരണം കൗബോയുടെ പടം തന്നെയാണ് അവൻ വരച്ചത്. അതിനുശേഷം പെട്ടെന്ന് അവൻ ഡെറിക്കിന്റെ അടുത്തേക്ക് ഓടുമ്പോൾ സെർവന്റിന്റെ കയ്യിൽ നിന്ന് ചായ തട്ടി അവന്റെ ഡ്രസ്സിലേക്ക് വീഴുന്നുണ്ട്. ഇക്കാര്യം ഓർത്തു വെക്കുക. പിന്നീട് കാണിക്കുന്നത് അമാൻഡയാണ്. അമാൻഡയുടെ അടുത്തേക്ക് റൗഡി 3 വന്നു കഴിയുമ്പോൾ ഒരു മടിയും കൂടാതെ റൗഡി 3യുടെ ഒപ്പം അമാൻഡ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം അവർ അമാൻഡയെ സഹായിച്ചതാണല്ലോ. ആ ഒരു കാര്യം ഇപ്പോഴും മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം ചിരിച്ച് സന്തോഷത്തോടു കൂടി തന്നെയാണ് അവരുടെ കൂടെ അവൾ പോകുന്നത്. ടോഡാകട്ടെ ഡെറിക്കിന്റെ അടുത്ത് എത്തി കഴിയുമ്പോൾ അവന്റെ ഡ്രസ്സിൽ ചായ വീണ കാര്യം നേരത്തെ തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല, അവന് വേണ്ടി ഒരു ഡ്രസ്സ് പോലും ഡെറിക്ക് തയ്യാറാക്കി
വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവന് കൊടുത്തു കഴിയുമ്പോഴാണ് മറ്റൊരു ഞെട്ടൽ അവിടെ ഉണ്ടാവുന്നത്. അന്ന് പാട്രിക്കിന്റെ കൊലപാതകം നടന്ന ദിവസം ലിഫ്റ്റ് തുറന്ന സമയത്ത് ടോഡിന്റെ തന്നെ മുഖമുള്ള ഒരു വ്യക്തിയെ കണ്ടിരുന്നില്ലേ? ആ വ്യക്തി ധരിച്ചിരുന്ന അതേ ഡ്രസ്സ് തന്നെയായിരുന്നു അത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, അന്ന് ടോഡ് കണ്ടത് ടോഡിനെ തന്നെയാണെന്ന്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ടൈം ലൂപ്പ് ആണെന്ന്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും തോറും നമുക്ക് മനസ്സിലാകും. അതിനുശേഷം വില കൂടിയ അവരുടെ കാറ് എക്സ്ചേഞ്ച് ചെയ്ത് ഡെറിക്ക് ഒരു ജീപ്പ് വാങ്ങിയിരുന്നു. അതിൽ കയറിയാണ് അവർ പോകുന്നത്. കാരണം അത് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലവും വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. നിധി തേടി പോകുമ്പോൾ അതാണ് ബെറ്റർ എന്നാണ് ഡെറിക്ക് പറയുന്നത്. ആ ഡ്രസ്സ് നോക്കി അന്തം വിട്ടു നിൽക്കുകയായിരുന്ന ടോഡിനാകട്ടെ നിനക്കിതൊക്കെ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ അവൻ ഉച്ചത്തിൽ ഡെറിക്കിനോട് അതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല. പിന്നെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഗോർഡൻ റിമ്മറിന്റെ ടാറ്റു അടിച്ച ടീം അവരെ ഫോളോ ചെയ്യുന്നുമുണ്ട്. പിന്നെ കേണലിനെയും സർജന്റിനെയും കാണിക്കുന്നു. അവരിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് പ്രൊജക്ട് ഇൻക്യൂബസിനെയാണ്, അതായത് റൗഡി 3നെയാണ്. അവരെ ആക്രമിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്യരുത് എന്ന് കേണൽ പറയുമെങ്കിലും സർജന്റിന് അതൊന്നും മനസ്സിലാവുന്നില്ല. ബ്ലാക്ക് വിങ്ങിന്റെ ഏറ്റവും ആദ്യത്തെ സബ്ജക്റ്റ് ആണ് റൗഡി 3 എന്നുള്ള കാര്യം ഇവിടെ കേണൽ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാം. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി കേണൽ ഇവിടെ പറയുന്നുണ്ട്. റൗഡി 3നെ കാറ്റഗറൈസ് ചെയ്യുന്നത് എനർജി ഭക്ഷിക്കുന്ന വാമ്പയറുകളുടെ ഗണത്തിലേക്കാണ്. റൗഡി 3യുടെ വാനിന്റെ ഉള്ളിലാകട്ടെ നല്ല ഫണ്ണി ആയിട്ടാണ് അമാൻഡ അവരുമായിട്ട് സംസാരിച്ച് ഇടപഴകുന്നത്. അതിനുശേഷമാണ് അമാൻഡ ചോദിക്കുന്നത്, നിങ്ങൾ എല്ലാവരും ആരാണ്? അപ്പോൾ അവരുടെ പേരൊക്കെ പറഞ്ഞ് അവർ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം അമാൻഡ ചോദിക്കുന്നത്, നിങ്ങൾ ഡിറിക്കിന്റെ ഫ്രണ്ട്സ് ആണോ എന്നാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഡിറിക്കോ അതാരാണ്? അപ്പോൾ ഡിറിക്ക് ആരാണെന്ന് അമാൻഡ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയുകയാണ്, ഓ ആ വ്യക്തിയോ, അവൻ ഞങ്ങളുടെ ഫ്രണ്ട് ഒന്നുമല്ല, അവന്റെ എനർജി വളരെ ടേസ്റ്റിയാണ്, അതുകൊണ്ടാണ് അവനെ ഞങ്ങൾ ഫോളോ ചെയ്തത്. അമാൻഡ അപ്പോൾ പറയുകയാണ്, നിങ്ങൾ അത് തന്നെയാണോ എന്നോടും ചെയ്തത്? അതെ എന്ന് അവർ പറയുന്നു. നിനക്ക് എല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അതിനുശേഷം അവർ വീണ്ടും ചിരിച്ചും കളിച്ചും ഒക്കെ കുറെ സംസാരിക്കുന്നു. അവരുടെ ഇടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഡിറ്റക്റ്റീവ്സ് ആകട്ടെ വരുന്നത് ഗോർഡൻ റിമ്മറിനെ പരിചയമുള്ള മറ്റൊരു സൂക്കീപ്പറിന്റെ അടുത്തേക്കാണ്. ഗോർഡൻ റിമ്മറിന്റെ വീട് കത്തിയ കാര്യവും അവിടെ നിന്ന് റോക്സ്റ്റാറിന്റെ ഡെഡ് ബോഡി കിട്ടിയ കാര്യവും റിമ്മറിന് ആ ഒരു ക്രൈമുമായിട്ട് ബന്ധമുണ്ടാകാം എന്ന കാര്യവും ഒക്കെ കേട്ട് കഴിയുമ്പോൾ ആ സൂക്കീപ്പർ പറയുകയാണ്, എനിക്ക് അതൊക്കെ കേട്ട് ശരിക്കും അതിശയം തോന്നുന്നുണ്ട്. അതിനുശേഷമുള്ള അവരുമായിട്ടുള്ള സംസാരത്തിൽ നിന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഡിറ്റക്റ്റീവ്സിന് കിട്ടുന്നത്. ആനിമൽ ട്രാൻസ്ഫർ യൂണിറ്റിന്റെ ഉത്തരവാദിത്തം ഗോർഡൻ റിമ്മറിനാണെന്നും അത് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണെന്നും ഏറെ നാളായിട്ട് അടച്ചുപൂട്ടപ്പെട്ടിരിക്കുകയാണെന്നും അവർ പറയുന്നു. അതിനുശേഷം ആ ഒരു സ്ഥലത്തിന്റെ കീ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് അവരുടെ കയ്യിലില്ല, ഓപ്പറേഷൻ മാനേജറിന്റെ അടുത്തോ മറ്റോ ആണെന്നാണ് പറയുന്നത്. പിന്നെ കാണിക്കുന്നത് ആദ്യത്തെ നിധിയുള്ള സ്ഥലത്തെത്തി അവിടെ കുടിക്കാൻ ആരംഭിക്കുന്ന ഡിർക്കിനെയാണ്. അപ്പോൾ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ടോഡ് പറയുകയാണ്, ഞാൻ ഈ മാപ്പ് നോക്കി നിൽക്കുകയായിരുന്നു, പക്ഷെ ആ മാപ്പ് പോലും നോക്കാതെ കൃത്യം ഇവിടെ വന്ന് കുഴിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? വളരെ ശാന്തമായിട്ട് ഡിർക്ക് പറയുകയാണ്, ഇത് ഇങ്ങനെയാണ് വർക്ക് ആവുന്നത്, ഇവിടെ കുഴിക്കാനാണ് എനിക്ക് തോന്നിയത്. എന്നാൽ അത് വിശ്വസിക്കാതെ ടോഡ് പറയുകയാണ്, നീ ശരിക്കും സൈക്കാണ്. എന്നാൽ ഡെറിക്ക് അത് സമ്മതിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് കെന്നിന് വിശക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു ഹോട്ടലിൽ കയറി അവർ ഭക്ഷണം കഴിക്കുന്നതാണ്. പോർക്കാണ് പ്രധാന വിഭവമായിട്ട് അവർ വാങ്ങുന്നത്. അതിനെപ്പറ്റി ബാർട്ടിനെ അറിയാത്തത് കൊണ്ട് തന്നെ ഒരു കൊച്ചുകുട്ടിക്ക് എന്ന പോലെ വളരെ വ്യക്തമായിട്ട് കെൻ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ബാർട്ടിനോട് കയ്യിൽ പണമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചുരുട്ടിക്കുട്ടി വളരെ വിചിത്രകരമായിട്ട് വെച്ചിരിക്കുന്ന നോട്ടുകെട്ടുകൾ ടേബിളിൽ വെച്ചുകൊണ്ട് ബാർട്ട് പറയുകയാണ്, $17,000 ഉണ്ട്. അത് കണ്ട് ഞെട്ടിപ്പോവുകയാണ് കെൻ. അതിനുശേഷം ആ ഹോട്ടലിൽ അവരൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് വേണ്ടിയുള്ള റൂമാണെന്ന് കേൾക്കുമ്പോൾ ബാർട്ട് അന്തം വിട്ടു പോവുകയാണ്. ഇത്രയും വലിയ ആഡംബര റൂം അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിനുശേഷം കെൻ ഒന്ന് കുളിക്കണമെന്ന് പറയുമ്പോൾ ബാർട്ടാണ് ആദ്യമേ കുളിക്കുന്നതായി കാണിക്കുന്നത്. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഷാംപൂ കുടിക്കാനുള്ളതാണെന്ന് വിചാരിച്ച് ബാർട്ട് ഇതേ സമയം അത് കുടിച്ചിരുന്നു. അത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം കെന്നിനോട് ടേസ്റ്റ് ഇല്ല എന്ന് അവൾ പറയുമ്പോൾ കെൻ നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ നമുക്കും ശരിക്കും ചിരി വരും. അത് ഷാംപൂ ആണെന്ന് കെൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ മനസ്സിലായോ എന്ന് ആർക്കറിയാം. പിന്നെ കാണിക്കുന്നത് ഡെറിക്കിനെയും ടോഡിനെയും ആണ്. അവർ അവിടെ ഒരുപാട് കുഴികൾ ഇതേ സമയം കുഴിച്ചു കഴിഞ്ഞിരുന്നു. ഇതുവരെയും നിധി കിട്ടിയിട്ടില്ല. ഡെറിക്ക് നേരത്തെ പറഞ്ഞത് ശരിയായിരുന്നു, അവൻ വെറുതെ തോന്നിയിട്ട് കുഴിച്ചതാണ്. ടോഡും ഇതേ സമയം അത് തന്നെയാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കുകയാണ്, നിനക്ക് സൈക്കിക് പവറുകൾ ഒന്നുമില്ല. ഒരു പക്ഷേ നമ്മൾ തെറ്റായ സ്ഥലത്താണ് കുഴിക്കുന്നതെങ്കിലോ, നമുക്ക് വേറെ സ്ഥലത്ത് നോക്കിയാലോ? എന്നാൽ ഡെറിക്ക് സമ്മതിക്കുന്നില്ല. കൃത്യമായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് അവർ കുഴിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഡെറിക്ക് പറയുന്നത്. ടോഡാകട്ടെ ഇതേ സമയം അവശതയിലായിരുന്നു. രാത്രിയുമായതുകൊണ്ട് തന്നെ അവൻ നിർത്താൻ തീരുമാനിക്കുന്നു. എന്നാൽ അവനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഡെറിക്ക് പിന്നീട് സംസാരിക്കുന്നത്. നമ്മൾ അങ്ങനെ പെട്ടെന്ന് വിട്ടുകൊടുക്കരുത്. ചിലപ്പോൾ ഒരു കുഴി
കുഴി കുഴിച്ചു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ നിധി കിട്ടുന്നത്. ടോഡ് പറയുകയാണ്, നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടി ഒന്ന് കുഴിച്ചു നോക്കൂ. എന്നാൽ ഡെറിക് പറയുകയാണ്, വേണ്ട, നീ നിർത്തിയ സ്ഥിതിക്ക് നമുക്കിനി നാളെ തുടങ്ങിയാൽ മതി. പക്ഷെ ഇപ്രാവശ്യം ടോഡ് സമ്മതിക്കുന്നില്ല. നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടി കുഴിച്ചിട്ട് നിർത്തിയാൽ മതി. ഡെറിക് അത് ചെയ്യാതിരിക്കുമ്പോൾ ടോഡ് തന്നെ ആ ഒരു ഷവൽ വാങ്ങി ഒന്ന് കുഴിച്ചു നോക്കുന്നു. ആദ്യത്തെ കുഴിയിൽ തന്നെ എന്തോ തടഞ്ഞ പോലെ അവർക്ക് തോന്നുന്നു. അത് വേറൊന്നുമല്ല, ആ നിധി തന്നെയായിരുന്നു. ഡെറിക്കിന് പോലും അറിയില്ല എപ്പോഴൊക്കെയാണ് അവൻ പറയുന്നത് ശരിയാവുന്നതെന്ന്. പിന്നെ കാണിക്കുന്നത് അമാൻഡയെയും റൗഡി 3നെയുമാണ്. അവർ ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ റൗഡി 3 പുറത്തിറങ്ങി അവിടെ ഉണ്ടായിരുന്ന കാറുകളൊക്കെ അടിച്ചു തകർക്കുന്നു. അമാൻഡെ അത് കണ്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ സ്റ്റിക്ക് അവൾക്ക് കൊടുത്ത് അവളെ കൊണ്ടും കാറ് ഇടിച്ചു തകർപ്പിക്കുന്നു. അങ്ങനെ ഒരു കാറ് തകർക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവളുടെ കയ്യിൽ ആണികളൊക്കെ തറച്ചു കയറുന്നത് പോലെ അവൾക്ക് തോന്നുന്നത്. അവളുടെ കയ്യിൽ നിന്ന് ഒരുപാട് ചോര വരുന്നത് പോലെയും തോന്നുന്നു. എന്നാൽ റൗഡി 3യിലെ ഒരു വ്യക്തി അത് ഹീല് ചെയ്യുന്നത് പോലെ അവളുടെ എനർജി വലിച്ചെടുക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇനിയൊരിക്കലും ഈ ഒരു അസുഖം നിന്നെ വേട്ടയാടില്ല, ഇനിയൊരിക്കലും ഈ ഒരു അസുഖത്തെ നീ പേടിക്കണ്ട എന്ന് പറയുമ്പോൾ അമാൻഡയ്ക്ക് ഒരുപാട് ആശ്വാസമാകുന്നു. പിന്നെ അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. ജീപ്പിൽ കിടന്ന് ഉറങ്ങുകയാണ് ടോഡും ഡെറിക്കും. പൂച്ചക്കുഞ്ഞിന്റെ ശബ്ദം കേട്ടാണ് ടോഡ് എഴുന്നേൽക്കുന്നത്. ടോഡ് ഡെറിക്കിനോട് പറയുകയാണ്, ഈ പൂച്ചക്കുട്ടിയെ നീ എന്തിനാണ് ക്രൈം സീനിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത്? ഡെറിക് പറയുകയാണ്, എനിക്ക് അങ്ങനെ തോന്നി, എന്റെ മനസ്സ് എന്നോട് അത് പറഞ്ഞു. അതിനുശേഷം ഡെറിക് ടോഡിനോട് പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരേ സമയം നമുക്ക് 2 സ്ഥലം കാണുവാൻ സാധിക്കും. ഡെറിക് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചുരുക്കി പറഞ്ഞാൽ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നാണ്. അതിനുശേഷം അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിച്ച് 7 സ്ഥലത്തെയും നിധികൾ കണ്ടുപിടിക്കുന്നതായി കാണിക്കുന്നു. പല സ്ഥലങ്ങളിലൊക്കെ റെസ്റ്റ് ചെയ്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താണ് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഈ നിധികളെല്ലാം അവർ കുഴിച്ചെടുത്തത്. പിന്നെ കാണിക്കുന്നത് ഡിറ്റക്റ്റീവ്സിനെയാണ്. അവരിപ്പോൾ ഉള്ളത് അവരുടെയും ടോപ്പിലുള്ള ഒരു വ്യക്തിയുടെ അടുത്താണ്. ആനിമൽ ട്രാൻസ്ഫർ യൂണിറ്റ് സെർച്ച് ചെയ്യാനുള്ള ഒരു വാറന്റിന് വേണ്ടിയാണ് അവരിവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഈ വ്യക്തിക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്. കാരണം അയാൾ പറയുന്നത് സെർച്ച് ചെയ്യാനുള്ള വാറന്റിന് ഇതൊന്നും മതിയാകില്ല എന്നാണ്. അതെല്ലാം കേട്ട് ദേഷ്യത്തോടെ സിമ്മർഫീൽഡ് പറയുകയാണ്, ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ടായിട്ടും അതൊന്നും മതിയാകില്ല എന്നാണോ പറയുന്നത്? ലിദിയ സ്പ്രിങ്ങിനെ ഗോർഡൻ റിമറിന്റെ കൂടെ കണ്ടു എന്ന് ടോഡ് പറഞ്ഞിരുന്നു. അതിന്റെ അടുത്ത ദിവസമാണ് അവന്റെ വീട് കത്തിയതും അവിടെ നിന്ന് റോക്ക് സ്റ്റാറിന്റെ ഡെഡ് ബോഡി കിട്ടിയതും. അതുമാത്രമല്ല, പാട്രിക് സ്പ്രിങ്ങിന്റെ കൊലപാതകം നടന്ന സ്ഥലത്തെ CCTVയിൽ ഗോർഡൻ റിമറിന്റെ നായയെയും നമ്മൾ കണ്ടിരുന്നു. എസ്തേവ് പറയുകയാണ്, ഇതേപോലെ തന്നെ ആനിമൽ ട്രാൻസ്ഫർ യൂണിറ്റിലും കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ഷാർക്ക് കാണാതായിട്ട് അതിനെക്കുറിച്ച് ഒരു അന്വേഷണവും പിന്നീട് നടന്നിട്ടില്ല. പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോലും സെർച്ച് വാറന്റ് കൊടുക്കാൻ അയാൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ സിമ്മർഫീൽഡും എസ്തേവും പുറത്തിറങ്ങി കഴിയുമ്പോൾ തന്നെ അയാൾ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ടോഡിനെയും ഡെറിക്കിനെയുമാണ്. അവർ കളക്ട് ചെയ്ത എല്ലാ ഭാഗങ്ങളും ഡെറിക്ക് കണക്ട് ചെയ്യാൻ നോക്കുന്നു. എന്നാൽ അവൻ അത് പറ്റുന്നില്ല. ടോഡ് പക്ഷെ കുറച്ച് ആലോചിച്ച് പെട്ടെന്ന് അത് ചെയ്യുന്നുണ്ട്. ഡെറിക്ക് പറയുന്നത് അത് പാട്രിക് സ്പ്രിങ്ങിന്റെ അൺലിമിറ്റഡ് എനർജി മിഷൻ ആണെന്നാണ്. ആ മിഷൻ ഗോർഡൻ റിമറിനും ടീമിനും കൊടുത്തിട്ട് ലിദിയ സ്പ്രിങ്ങിനെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാനാണ് ഡെറിക്ക് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നേരത്തെ തന്നെ അവരെ ഫോളോ ചെയ്യുകയായിരുന്ന ഗോർഡൻ റിമറിന്റെ ആളുകൾ ഇതേ സമയം അവിടെ എത്തി അവരെ ആക്രമിക്കുന്നു. ടോഡ് അവിടെ ഉണ്ടായിരുന്ന കാറിന്റെ പുറകിൽ പോയി ഒളിച്ചു നിൽക്കുന്നു. ഡെറിക് ആകട്ടെ അടുത്തുണ്ടായിരുന്ന പാറയുടെ പുറകിലും. അപ്പോഴാണ് അവന്റെ കയ്യിലുണ്ടായിരുന്ന പൂച്ചയെ അവരുടെ നേരെ എറിയണം എന്ന് ഡെറിക്കിന് തോന്നുന്നത്. അവൻ ഉടനെ തന്നെ ആ പൂച്ചയെ അവരുടെ നേരെ എറിയുന്നു. ഉടനെ തന്നെ ആ പൂച്ചയുടെ ഉള്ളിൽ നിന്ന് ഒരു ഷാർക്ക് പുറത്തു വന്ന് അവരെ എല്ലാവരെയും കൊന്നു കളയുകയാണ്. ഷാർക്കിന്റെ ആക്രമണം മൂലം അവരുടെ ശരീരഭാഗം പോലും വേർപെട്ടു പോയിരുന്നു. ടോഡ് പറയുകയാണ്, ആ പൂച്ചയുടെ ഉള്ളിൽ അപ്പോൾ ഷാർക്കാണ് ഉള്ളത്. വെറുതെയല്ല ഡെറിക്കിനെ കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് ആ പൂച്ചയെ എടുക്കണമെന്ന് തോന്നിയത്. ഡെറിക്ക് അതിനുശേഷം പറയുകയാണ്, അപ്പോൾ പാട്രിക് സ്പ്രിങ്ങിനെയും മറ്റുള്ളവരെയും കൊല്ലുവാൻ ഉപയോഗിച്ച ആയുധത്തെ നമ്മൾ ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് റൗഡി 3നെയും അമാൻഡയെയും ദൂരെ നിന്ന് നിരീക്ഷിക്കുന്ന കേണലിനെയും സർജന്റിനെയുമാണ്. ഒരു കാരണവശാലും ഒരു മൂവും നടത്തരുതെന്ന് കർശനമായിട്ട് കേണൽ സർജന്റിന് നിർദ്ദേശം കൊടുത്തിട്ടാണ് അവിടുന്ന് മാറി നിൽക്കുന്നത്. അവരെ ആരൊക്കെയോ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം കേണൽ അവിടുന്ന് മാറിയ ഉടനെ തന്നെ സർജന്റിനെ പിടിച്ച് ആക്രമിക്കുകയാണ് റൗഡി 3. എന്നാൽ വലിയ പരിക്കുകളൊന്നും ഏൽക്കുന്ന രീതിയിൽ ആക്രമിക്കുന്നില്ല. എന്നാൽ ആ ശബ്ദ കോലാഹലങ്ങളെല്ലാം കേട്ട് കേണൽ അവിടെ എത്തി, അവനെ ഒന്നും ചെയ്യരുത്, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് പറയുന്നു. എന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ല, നിങ്ങൾ പറയുന്ന ഒന്നും തന്നെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നില്ല എന്ന് റൗഡി 3 പറഞ്ഞു കഴിയുമ്പോൾ തന്നെ കേണൽ പറയുകയാണ്, ഞാൻ നിങ്ങളോട് ഒന്നും തന്നെ ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. നിങ്ങളുടെ ഫാമിലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ വലിയ അപകടത്തിലാണ്. ഞാൻ നിങ്ങളെ സേഫ് ആക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അയാൾ പറയുന്നതൊന്നും കേൾക്കാൻ തന്നെ റൗഡി 3 തയ്യാറാകുന്നില്ല. ചിലർ അവനെ കൊല്ലാനും പറയുന്നുണ്ട്. റൗഡി 3 കേണലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അവരുടെ ശ്രദ്ധ തെറ്റിയിരിക്കുകയാണ് എന്ന് കണ്ടപ്പോൾ സർജന്റ് അമാൻഡയെ തോക്കിൻ മുനയിൽ നിർത്തുന്നു. എന്നാൽ അവൻ
അവൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ടത്തരത്തിനെ പറ്റി അവൻ അറിയില്ലായിരുന്നു. കേണൽ അവനോട് പറയുന്നുണ്ട് അവളെ വിട്ടുകൊടുക്കാൻ. എന്നാൽ സർജന്റ് പറയുന്നത് സിറ്റുവേഷൻ അണ്ടർ കൺട്രോളിലാക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നാണ്. റൗഡി 3 ആകട്ടെ ഇതെല്ലാം കണ്ടിട്ടും ഒന്നും തന്നെ തോന്നിയില്ല. അമാൻഡയോട് പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കേണലിനോടും സർജന്റിനോടും നിങ്ങൾ സൂക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടുന്ന് പോകുന്നു. റൗഡി 3 അല്പം മുന്നോട്ട് പോയി കഴിയുമ്പോൾ ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് അമാൻഡയെ സർജന്റിന്റെ കയ്യിൽ കടിച്ചുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടുന്നു. അവൾ ഓടി രക്ഷപ്പെടാതിരിക്കാൻ സർജന്റ് ഉടനെ തന്നെ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുന്നു. എന്നാൽ ആ വലിയ മണ്ടത്തരം കാണിക്കാൻ കേണൽ സമ്മതിക്കുന്നില്ല. അവന്റെ തോക്ക് തട്ടി മാറ്റി അവനെ തലക്കടിച്ചു വീഴ്ത്തുന്നു. ശേഷം മണ്ടത്തരം പറയാതെ മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് വളരെ വിഷമത്തോടെ കേണൽ പറയുകയാണ് ഇനിയൊന്നും നല്ല രീതിയിൽ അവസാനിക്കാൻ പോകുന്നില്ല, വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ടോഡ് ഇതേ സമയം ഡെറിക് ജെൻലിയോട് പറയുകയാണ് അവർക്ക് നമ്മൾ ഉറങ്ങിക്കിടന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് മാപ്പ് എടുത്തുകൊണ്ട് പോകാമായിരുന്നല്ലോ. ഡെറിക് ജെൻലി പറയുകയാണ് അവർക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഈ ഒരു മിഷൻ ആയിരുന്നു, നമ്മുടെ കയ്യിലുള്ള മാപ്പിനെ പറ്റിയൊന്നും അവർക്ക് അറിവില്ലായിരുന്നു. ടോഡ് ഇതേ സമയം ഡെറിക്കിന്റെ മുഖത്തെ മുറിവ് പറ്റിയ സ്ഥലങ്ങളിലെല്ലാം ബാൻഡേജ് ഒട്ടിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഡെറിക്ക് അവന് നന്ദി പറഞ്ഞിട്ട് പറയുകയാണ് നീ ഒരു നല്ല ഫ്രണ്ടാണ്. എന്നാൽ അത് കേട്ട് കഴിയുമ്പോൾ ദേഷ്യത്തോടെ ടോഡ് പറയുകയാണ് ആ ഒരു പട്ടം നീ എന്റെ മേൽ ചുമത്താൻ ശ്രമിക്കേണ്ട, ഞാൻ ഒരിക്കലും ഒരു നല്ല ഫ്രണ്ട് അല്ല. നേരത്തെ മരിക്കാൻ പോയ സമയത്തും ഞാൻ ആദ്യം ഓർത്തത് അമാൻഡയെ കുറിച്ചാണ്. ഡെറിക്ക് അപ്പോൾ പറയുകയാണ് അങ്ങനെയെങ്കിൽ നീ ഒരു നല്ല ബ്രദർ ആണ്. എന്നാൽ അതും സമ്മതിക്കാതെ ടോഡ് പറയുകയാണ് ഒരിക്കലുമല്ല, ഞാൻ അവിടെ വെച്ച് മരിക്കുകയായിരുന്നെങ്കിൽ ഞാൻ അവളോട് ചെയ്തതിനൊക്കെ എനിക്ക് പ്രത്യുപകാരം ഒന്നും ചെയ്യുവാൻ സാധിക്കില്ലായിരുന്നു, അതിന് സാധിക്കാതെ ഞാൻ മരിക്കുമായിരുന്നു. അതിനുശേഷം എല്ലാ സത്യങ്ങളും ടോഡ് ഇവിടെ പറയുകയാണ്. അമാൻഡയ്ക്ക് ഇപ്പോഴുള്ള അസുഖം ടോഡിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവൻ ആ ഒരു അസുഖം ഉണ്ടായി എന്ന് നുണ പറഞ്ഞതായിരുന്നു, പാരന്റ്സിനോട് നുണ പറഞ്ഞ് കാശ് മേടിക്കുന്നതിന് വേണ്ടി. അത് എപ്പോഴാണ് അവൻ ആ നുണ പറഞ്ഞു തുടങ്ങിയതെന്ന് പോലും അവന് ഓർമ്മയില്ല. വിഷമത്തോടെ അതെല്ലാം ഓർത്തെടുക്കാൻ പോലും താല്പര്യമില്ല എന്ന് അവൻ പറയുന്നു. അതിനുശേഷം ഒരുപാട് കഴിഞ്ഞിട്ടാണ് അമാൻഡയ്ക്ക് ഈ ഒരു അസുഖം വന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെക്കാളും പണത്തിന് അത്യാവശ്യം അവൾക്കാണ്, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ അസുഖമൊന്നും ഇല്ല, അത് ഭേദമായെന്ന് ഞാൻ നുണ പറഞ്ഞത്. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയി പോയിരുന്നു. എന്റെ പാരന്റ്സിന്റെ കയ്യിൽ പണമൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് പണം അവർ നേരത്തെ തന്നെ എനിക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നു. ഡെറിക്ക് അപ്പോൾ അവന്റെ അടുത്ത് വന്നിരുന്ന് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ് പക്ഷേ ഇപ്പോൾ നീ നല്ലവനായില്ലേ, അവളെ നീ പ്രൊട്ടക്ട് ചെയ്യുന്നില്ലേ. എന്നാൽ അതൊന്നും തന്നെ ടോഡിനെ ആശ്വസിപ്പിക്കുന്നില്ല. ടോഡ് പറയുകയാണ് ഇത്രയും നാൾ അവൾ ജീവിച്ചത് തന്നെ എന്റെ അസുഖം ഭേദമായി എന്ന വിശ്വാസത്താലാണ്. എന്റെ അസുഖം ഭേദമായതുപോലെ തന്നെ അവളുടെയും അസുഖം ഭേദമാകുമെന്ന് അവൾ വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസമാണ് അവളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്കെന്നെ നിന്റെ ഫ്രണ്ട് എന്നോ അസിസ്റ്റന്റ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം, പക്ഷേ സത്യത്തിൽ ഞാനൊരു ആസ്ഹോൾ ആണ്. അതും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടക്കുന്ന സമയത്താണ് അവിടെ പൂച്ചക്കുട്ടിയെ കാണാതിരിക്കുന്നത്. അതിനുശേഷം ഡെറിക് ജെൻലിയും ടോഡും കൂടി ആ പൂച്ചക്കുട്ടിയെ അന്വേഷിച്ച് കാട് മുഴുവനും നടക്കുന്നതായി കാണിക്കുന്നു. പിന്നെ കാണിക്കുന്നത് കെന്നിനെയും ബാർട്ടിനെയുമാണ്. കെൻ ഒന്ന് ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ബാർട്ടിനെ അവിടെ കാണുന്നില്ല. ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കുളിച്ചു കഴിഞ്ഞ് ധരിക്കുന്ന വസ്ത്രം ഇട്ടുകൊണ്ട് ബാർട്ട് എങ്ങോട്ടോ പോകുന്നതാണ്. ഉടനെ തന്നെ അവളെ തടഞ്ഞുകൊണ്ട് കെൻ ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതിന് മറുപടിയായിട്ട് ബാർട്ട് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരു മുറിയിൽ തന്നെ തിന്നും കുടിച്ചും ഇരിക്കുന്നത് നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നീ ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്ത് ഒരു വ്യക്തി ഒരു സ്ത്രീയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വ്യക്തിയെ കൊല്ലണമെന്ന് പറയുന്നു. എന്നാൽ അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് കെൻ അവളെ അങ്ങോട്ട് പോകാൻ അനുവദിക്കുന്നില്ല. ഇതേ സമയം തിരിഞ്ഞ് അവൾ ഒരു നോട്ടം നോക്കുന്നുണ്ട്. ദഹിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള ആ നോട്ടം കണ്ട് പേടിച്ച് കെൻ ഇതേ സമയം പറയുകയാണ് ഈ ഒരു പട്ടാപ്പകലിൽ ആളുകളുടെ എല്ലാം ഇടയിൽ വെച്ച് നിനക്കങ്ങനെ ആളുകളെ കൊല്ലുവാൻ സാധിക്കില്ല, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നീ പിന്നെ ജയിലിലായിരിക്കും. ബാർട്ട് അപ്പോൾ പറയുകയാണ് ഇത് തന്നെ ചെയ്യാനാണ് പ്രകൃതി ഇപ്പോൾ എന്നോട് പറയുന്നത്, പ്രപഞ്ചം എന്നോട് ആവശ്യപ്പെടുന്നത് അതാണ്. അങ്ങനെ ഞാൻ ജയിലിൽ പോയി കഴിയുമ്പോൾ ജയിലിൽ വെച്ചാണ് ഡെറിക് ജെൻലിയെ കാണുന്നതെങ്കിലോ. കെൻ അത് കേട്ട് പറയുകയാണ് പെണ്ണുങ്ങളുടെ ജയിലിലാണോ ഡെറിക് ജെൻലി ഉണ്ടാവുക. എന്നാൽ കെൻ പറയുന്നതൊന്നും കേൾക്കാതെ താൻ കൊല്ലാൻ ഉദ്ദേശിച്ച വ്യക്തിയെ ബാർട്ട് തന്റെ അടുത്തേക്ക് വിളിക്കുന്നു. ആ വ്യക്തി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു കാറ് ചീറിപ്പാഞ്ഞു വന്ന് അയാൾ ഇടിച്ച് അയാൾ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. അതിനുശേഷം കെന്നിനെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് ബാർട്ട് പറയുകയാണ് ഇനി എന്റെ കാര്യത്തിൽ ഇടപെടുകയോ എന്നെ ഇങ്ങനെ തടയുകയോ ചെയ്താൽ നിന്റെ തലയായിരിക്കും ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത്. പിന്നെ കാണിക്കുന്നത് ഡിറ്റക്റ്റീവ്സ് അവരുടെ കാറിൽ ആനിമൽ ട്രാൻസ്ഫർ യൂണിറ്റിൽ എത്തിയിരിക്കുന്നതാണ്. കുറെ നേരമായിട്ട് ഫാറയും അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവരെ ഫോളോ ചെയ്ത് ഫാറയും അവിടെ എത്തുന്നുണ്ട്. ആ സ്ഥലം സെർച്ച് ചെയ്യാൻ വാറന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കട്ടറൊക്കെ ആയിട്ടാണ് അവർ വന്നത്. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിന്റെ ലോക്കെല്ലാം തുറന്നു കിടക്കുകയായിരുന്നു. അതവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല അവിടെ ഒരു കാറ് കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തോ പന്തികേട് തോന്നുന്നു. അവർ ആദ്യം അകത്ത് കയറാനൊന്നും മടിക്കുന്നുണ്ട്, എങ്കിലും അവസാനം രണ്ടും കൽപ്പിച്ച് അവർ അകത്ത് കയറുന്നു. വളരെ വിചിത്രകരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവർ അതിന്റെ ഉള്ളിൽ കണ്ടത്. അതിനുശേഷം ഒരു മുറി തുറന്നു നോക്കുമ്പോഴാണ് 35 ഡെഡ് ബോഡികൾ
കാഴ്ചകൾ അവർ കാണുന്നത്. നല്ല രീതിയിൽ ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. അതായത് കുറെ നാളായിട്ട് അവർ ഇത് ചെയ്തു വരികയാണെന്ന് ഇതുവഴി മനസ്സിലാകുന്നു. ഉടനെ തന്നെ ഒട്ടും സമയം കളയാതെ അവർ പുറത്തേക്ക് ഇറങ്ങി ഇക്കാര്യം ലോകത്തെ അറിയിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തുടങ്ങുന്നു. എന്നാൽ അപ്പോഴേക്കും സിമ്മർഫീൽഡിന് പുറകിൽ നിന്ന് ആരോ അമ്പ് ചെയ്യുന്നു. വേറെ ആരുമല്ല ഇത് ചെയ്തത്, റിമ്മറിന്റെ ഗ്യാങ്ങിലുള്ള ടാറ്റു അടിച്ചവർ തന്നെയാണ് ഇത് ചെയ്തത്. നേരത്തെ തന്നെ അകത്തേക്ക് കയറിയപ്പോൾ അവിടെ ആരൊക്കെയോ ഉണ്ട് എന്നൊരു പന്തികേട് അവർക്ക് തോന്നിയിരുന്നു. അമ്പെയ്യുക മാത്രമല്ല അതിലൂടെ എർത്തും അവർ കടത്തിവിട്ടിരുന്നു. എന്നാൽ അപ്പോഴേക്കും എസ്തേവ് അവിടെ എത്തി സിമ്മർഫീൽഡിനെ ഒരു വിധത്തിൽ വലിച്ചഴിച്ച് കാറിന്റെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ വലിയ രീതിയിലുള്ള ഷൂട്ടിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഫാറയാകട്ടെ അപകടം മണത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു സ്നൈപ്പറും പിടിച്ചുകൊണ്ടായിരുന്നു ദൂരത്ത് നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നത്. അവൾക്ക് എന്താണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇതേ സമയം തന്നെ ഒരാൾ മരത്തിന്റെ പുറകിലൂടെയൊക്കെ ഒളിച്ചു വന്ന് എസ്തേവിനെ ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. എന്നാൽ ഫാറയാണ് ഇതേ സമയം എസ്തേവിനെ രക്ഷിക്കുന്നത്. ദൂരെ നിന്ന് അവൾ സ്നൈപ്പർ ഉപയോഗിച്ച് ടാറ്റു അടിച്ച ആ വ്യക്തിയെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. എന്നാൽ ഇത് എസ്തേവ് കാണുന്നില്ല. അതിനിടയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അവിടെ നടക്കുന്നുണ്ട്. റിമ്മർ അവന്റെ കാറിൽ ലിദിയ സ്പ്രിങ്ങിനെയും കൂട്ടിക്കൊണ്ട് അതിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നു. അത്രയൊക്കെ ഷൂട്ടിംഗ് അവിടെ നടന്നിട്ടും വളരെ കൂളായിട്ടാണ് അവൻ കാറിൽ പോകുന്നത്. കാറിന്റെ ഉള്ളിൽ ഒരു നായയുടെ പോലെ പെരുമാറുന്ന ലിദിയ സ്പ്രിങ്ങിനെ കാണുമ്പോൾ ഫാറയ്ക്ക് ഒരുപാട് വിഷമമാകുന്നുണ്ട്. അവസാനം എസ്തേവ് സിമ്മർഫീൽഡിനെ ഒരു വിധത്തിൽ കാറിൽ കയറ്റി അവിടുന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ പകുതി വഴിക്ക് വെച്ച് അയാൾ മരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ലിദിയ സ്പ്രിങ്ങിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ എത്തും, എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് സിമ്മർഫീൽഡിനെ എസ്തേവ് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിരുന്നു. പക്ഷെ അവന്റെ അവസ്ഥ വളരെ ശോചനീയമായതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അവൻ മരിച്ചു പോവുകയാണ് ഉണ്ടായത്. സിമ്മർഫീൽഡ് മരിച്ചു കഴിയുമ്പോൾ ഒരുപാട് വിഷമത്തോടെ പൊട്ടിക്കരയുകയാണ് എസ്തേവ്. അതിനുശേഷം വീണ്ടും ഡെറിക്കിനെയും ടോഡിനെയും കാണിക്കുന്നു. അവർ ഒരുപാട് നേരം ആ പൂച്ചക്കുട്ടിയെ അന്വേഷിച്ചു കഴിയുമ്പോൾ ഡെറിക്ക് പറയുകയാണ് ഇനി നമുക്ക് അതിനെ കിട്ടാൻ പോകുന്നില്ല, അത് ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. അതിനുശേഷമാണ് ഡെറിക്ക് ടോഡിന്റെ മുമ്പിൽ മനസ്സ് തുറക്കുന്നത്. ഡെറിക്ക് പറയുകയാണ് ഞാനൊരു സൈക്കിക് ഒന്നുമല്ല, പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്നിൽ എന്തൊക്കെയോ ഉണ്ട്. ഈ ലോകത്ത് എല്ലാം കണക്റ്റഡ് ആണെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ, അതെനിക്ക് കാണുവാൻ സാധിക്കും. ചെറുപ്പം മുതലേ ഈ യൂണിവേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു ചെറിയൊരു ഊഹം അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് എനിക്കുണ്ട്. പക്ഷേ എൻ്റെ ഈ തോന്നൽ കൂടുതലായിട്ടും എന്നെ സഹായിക്കാറില്ല, മറ്റുള്ളവരെയാണ് കൂടുതലായിട്ടും സഹായിക്കാറുള്ളത്. അതുകൊണ്ടാണ് കൂടുതലായിട്ടും മറ്റുള്ളവരെ ഞാൻ സഹായിക്കുന്നത്. അങ്ങനെ സഹായിച്ച ആദ്യത്തെ വ്യക്തി നീയാണ്. എൻ്റെ ഈ ലൈഫിൽ ഞാൻ കൂടുതലായിട്ട് അടുത്തേക്കുന്നത് നിന്നോടാണ്. നീ അത് അഭിനയിക്കുകയാണെങ്കിലും ഇല്ലെങ്കിലും നീ അത് ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് എനിക്കറിയാം. ആ ഒരു അടുപ്പം വെച്ചുകൊണ്ട് പറയുകയാണ് നീ ഒരിക്കലും നിന്നെ ആസ്ഹോൾ എന്ന് വിളിക്കരുത്. നിന്റെ ജീവിതത്തിലെ എക്സ്ക്യൂസുകൾ ഉണ്ടാക്കുന്നത് നീ തന്നെയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ ചുറ്റിലുമായിരിക്കുന്ന സമയത്തെങ്കിലും നീ നിന്നെ തന്നെ ആസ്ഹോൾ എന്ന് വിളിക്കരുത്. എൻ്റെ ജീവിതത്തിൽ ഒരു ഫ്രണ്ടും ഉണ്ടായിട്ടില്ല. എപ്പോഴും എൻ്റെ ചുറ്റിലും പേടിപ്പെടുത്തുന്ന ആളുകളും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ തന്നെ ടോഡിന്റെ മനസ്സലിയുന്നുണ്ട്. ടോഡ് പറയുകയാണ് നാളെ രാവിലെ തന്നെ ലിദിയ സ്പ്രിങ്ങും പാട്രിക് സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കും. അത് മാത്രമല്ല എൻ്റെ സഹോദരിയോട് എനിക്ക് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന കാര്യവും ഞാൻ തുറന്നു പറയും. അവസാനമായിട്ട് ടോഡ് പറയുകയാണ് ഡെറിക് നീ ഇനി മുതൽ എൻ്റെ ഫ്രണ്ട് ആയിരിക്കും. അത് കേട്ട് ഡെറിക്കിന്റെ മുഖം ഒന്ന് മാറുന്നുണ്ട്. കാരണം ടോഡിനെയാണല്ലോ തന്റെ ജീവിതത്തിൽ തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഡെറിക്ക് കണ്ടത്. പിന്നെ കാണിക്കുന്നത് ഫാറ ടോഡ് താമസിക്കുന്ന സ്ഥലത്ത് തിരിച്ചെത്തുന്നതാണ്. അവിടെ കത്തിയുമായിട്ടായിരുന്നു അമാൻഡ നിന്നത്. ഫാറയാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവൾ ഉടനെ തന്നെ കത്തി താഴെ ഇടുന്നു. അമാൻഡയ്ക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി ടോഡ് വിളിച്ചിരുന്നു എന്ന് ചോദിക്കുന്നു. അമാൻഡെ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഫാറയാകട്ടെ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ഇതേ സമയം സംസാരിക്കുന്നത്. കാരണം അവൾ അത്രമാത്രം ടെൻഷനിലായിരുന്നു. ലിദിയ സ്പ്രിങ്ങിനെ റിമ്മറിന്റെ ഒപ്പം കണ്ടതിന് ശേഷം ഫാറയുമായിട്ട് സംസാരിക്കുന്നതിൽ നിന്ന് അമാൻഡയും ഇക്കാര്യം മനസ്സിലാക്കുന്നു. പിന്നെ കാണിക്കുന്നത് ബ്ലാക്ക് വിങ്ങിലെ വിൽസൺ സർജന്റിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആ സർജന്റിൽ നിന്ന് നടന്ന കാര്യങ്ങളൊക്കെ വിൽസൺ മനസ്സിലാക്കുന്നു. ആദ്യം ഒന്ന് മടിച്ചു നിന്നെങ്കിലും പിന്നീട് സർജന്റ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ഈ കേണലിന് ഈ ഒരു കാര്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് കൂടുതലാണ്. ഞാൻ വളരെ അഗ്രസീവ് ആയിട്ടുള്ള അപ്രോച്ചാണ് നടത്തുന്നത്, എന്നാൽ ഈ കേണൽ സമാധാനപരമായിട്ടുള്ള അപ്രോച്ചാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടിയ ഡെറിക്കിനെ വെറുതെ വിടാൻ തീരുമാനിച്ചു. റൗഡി 3നെ ആണെങ്കിൽ പിടിക്കാൻ വേണ്ടി ഒരു ഹോസ്റ്റേജിനെ നമ്മുടെ കയ്യിൽ കിട്ടിയതാണ്. പക്ഷേ അതും ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൊണ്ട് കേണൽ കൊളമാക്കി കളഞ്ഞു. അതെല്ലാം കേട്ട് വിൽസൺ സർജന്റിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് നീ കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള അപ്രോച്ചാണ് എടുക്കുന്നത്. അങ്ങനെയുള്ള അഗ്രസീവ്
അഗ്രസീവ് അപ്രോച്ച് ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ അഗ്രസീവ് അപ്രോച്ച് എടുക്കാൻ നീ ക്യാപ്പബിൾ ആണോ? പൂർവാധികം കോൺഫിഡൻസോടെ അവൻ അതെ എന്ന് പറയുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വിൽസൺ അതിന്റെ ഉത്തരവാദിത്തം അടുത്തതായിട്ട് ഏൽപ്പിക്കാൻ പോകുന്നത് ഈ സർജന്റിനെയാണ്. മണ്ടനായിട്ടുള്ള ഈ സർജന്റിനെ അതിന്റെ ഉത്തരവാദിത്തം, ബ്ലാക്ക് വിങ്ങിന്റെ ഉത്തരവാദിത്തം ഒക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാനേ സാധിക്കില്ല. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ അവസാനിക്കുകയാണ്. പോകുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. നമുക്ക് മറ്റൊരു ചാനൽ കൂടിയുണ്ട്, മിസ്റ്റർ റീൽസ് 2.0 എന്നാണ് ആ ചാനലിന്റെ പേര്. ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഈ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള ചാനലിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ചാനലിലേക്ക് വന്ന വീഡിയോസ് ഒക്കെ തുടർച്ചയായിട്ട് കാണുവാൻ സാധിക്കും. അത് മാത്രമല്ല ആ ഒരു ചാനലിൽ മാസത്തിൽ ഒരു മൂവീസ് എന്ന രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുവാനും ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ എനേബിൾ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ നമ്മൾ കാണും. അതുവരെ ഗുഡ് ബൈ.